السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. സൂറത്തു നൂർ 4-5 ആയത്തുകൾ. അതിൻ്റെ തഫ്സീർ ഇബ്നു കസീർ സംഗ്രഹമാണ് വായിക്കുന്നത്. ഹാദിഹിൽ ആയത്തുൽ കരീമത്ത്, അതിന് മുമ്പ് അർത്ഥം നോക്കാം. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, വല്ലദീന ഒരു കൂട്ടർ, യർമൂന റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നർത്ഥം. ഇവിടെ ആരോപണമാണ്, വ്യഭിചാര ആരോപണമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റമ എറിഞ്ഞു, അതായത് എന്താണ് എറിയുന്നത്? ആരോപണം ഉന്നയിക്കുകയാണ്. ഖദ്ഫുൽ മുഹ്സനാത്ത്, ഖദ്ഫ് യഖ്ദിഫൂന, യർമൂനൽ മുഹ്സനാത്ത് പറഞ്ഞാൽ ഇവിടെ യഖ്ദിഫൂന ബിസ്സിന അൽ മുഹ്സനാത്ത്, യഖ്ദിഫൂന ബിസ്സിന. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ആരോപിക്കുക. യർമൂന ഹുന യഖ്ദിഫൂന ബിസ്സിന, യഖ്ദിഫൂന ബിസ്സിന, വ്യഭിചാരം ആരോപിക്കുക. അൽ മുഹ്സനാത്ത്, പതിവ്രതകളായ സ്ത്രീകളെ, ചാരിത്രശുദ്ധിയുള്ള ധർമ്മനിഷ്ഠ പാലിക്കുന്ന സ്ത്രീകളെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക. വെറുതെ അവരുടെ മേലിൽ വ്യഭിചാരം ആരോപിക്കുക. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വിവാഹിതർക്ക് എങ്ങനെയാണ്, അവിവാഹിതർക്ക് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി വ്യഭിചാരം ആരോപിക്കുക. വ്യഭിചാരം വലിയ കുറ്റമാണ്. അപ്പോൾ അത് മറ്റൊരാളിൽ ആരോപിക്കുക, ഇല്ലാതെ ആരോപിക്കുക എന്ന് പറയുമ്പോൾ, അത് ചെയ്യാത്ത ഒരാളെ വരുന്നത് ആരോപിക്കുക എന്ന് പറയുമ്പോൾ വലിയ കുറ്റമാണ്. ശരിയല്ലേ? അയാൾക്ക് സമൂഹത്തിൽ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു. സുമ്മ പിന്നീട് ലം യഅ്തു, അവർ കൊണ്ടുവരുന്നില്ല ബിഅർബഅത്തി ശുഹദ, 4 സാക്ഷികളെ. അങ്ങനെ വ്യഭിചാരം ആരോപിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? അയാൾ അതിന് തെളിവായിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അയാളുടെ ആരോപണം നിലനിൽക്കുന്നുള്ളൂ. ഫജ്ലിദൂഹു, അങ്ങനെ 4 സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരാൾ, അയാൾ വ്യഭിചാരം ആരോപിക്കുന്ന സ്ത്രീയുടെ പേരിൽ, പതിവ്രതയായ ഒരു സ്ത്രീയുടെ പേരിൽ, അതല്ലെങ്കിൽ ഇനി ഒരു പുരുഷൻ്റെ പേരിലാണെങ്കിലും, അവിടെ സ്ത്രീകളെ പ്രത്യേകം പരാമർശിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം വ്യഭിചാരാരോപണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെ, അത് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുരുഷന്മാരുടെ മേലെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചാലും ഇത് ബാധകമാണ് എന്ന് പണ്ഡിതന്മാർക്ക് ഇടയിൽ ഇത്തിഫാഖുണ്ട്, ഏകോപനമുണ്ട്. ഫജ്ലിദൂഹു, അപ്പോൾ നിങ്ങൾ അവരെ അടിക്കുക, ജൽദടിക്കുക. 80 ജൽദ, എത്ര? 80 അടി. അപ്പോൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ വ്യഭിചാരം ചെയ്താൽ അവർക്ക് 100 അടിയും നാട് കടത്തലുമാണ്. വർഷത്തേക്ക് നാട് കടത്തലാണല്ലോ ശിക്ഷ അല്ലേ? വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലലും ആണ് ശിക്ഷ. ഇവിടെ എന്താണ്? വ്യഭിചാര ആരോപണത്തിൻ്റെ ഹദ്ദാണ് പറയുന്നത്. 80 ജൽദ, എത്ര? 80 അടി. വലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അബദ, വലാ തഖ്ബലു, നിങ്ങൾ സ്വീകരിക്കരുത്, ലഹും അവരിൽ നിന്ന്, അവർക്ക്, ഷഹാദത്തൻ സാക്ഷി, അബദ, അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുത്, സാക്ഷിയായിട്ട് സ്വീകരിക്കാൻ കൊള്ളൂല അവരെ, അബദ, ഒരിക്കലും. ഇങ്ങനെ ചെയ്ത ആളുകളെ പിന്നെ ഒരു കാലത്തും എന്ത് ചെയ്യരുത്? അവരെ സാക്ഷിയായിട്ട്, ഇസ്ലാമിക നിയമത്തിൽ സാക്ഷിയായിട്ട്, ഒരു വിറ്റ്നസ്സായിട്ട് വേറെ ഒരു ഇടപാടിലും എന്ത് ചെയ്യരുത്? അവരെ സ്വീകരിക്കുക പാടുള്ളതല്ല. കാരണം അങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉലായിക, കൂട്ടർ, ഹും അവർ, അൽ ഫാസിഖൂൻ, അധർമ്മകാരികളാണ്, തമ്മാടികളാണ്. ഇനി അതിന് ഇസ്തിഷ്നാ പറയാണ്, എക്സംഷൻ പറയാണ്. അതിനൊഴിവ് ആരാണ്? ഒഴിവ്
ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചത് ഒഴികെ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ. അപ്പോൾ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്ന വലിയ പാതകമാണ്. എന്നിരുന്നാലും അതിനും എന്തുണ്ട്? തൗബയുണ്ട്, പശ്ചാത്താപമുണ്ട്. അപ്പോൾ അതിൻ്റെതായ അളവിൽ യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ. മിൻ ബഅദി ദാലിക, അതിനുശേഷം അസ്ലഹു, അങ്ങനെ നന്നാവുകയും ചെയ്തു. ഫഇന്നല്ലാഹ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീം, ഗഫൂർ പൊറുക്കുന്നവനുമാണ്, റഹീം കരുണാവാരിധിയും ആണ് എന്നർത്ഥം. ഇനി ഹാദിഹിൽ ആയത്തുൽ കരീമത്തു, ഈ വിശുദ്ധമായ വചനം, ഫിഹ, ഈ ആയത്തിലുണ്ട്, ബയാനു ഹുക്മി ജൽദിൽ ഖാദിഫി ലിൽ മുഹ്സനത്തി, ബയാനു വിവരണം, ഹുക്മി ജൽദിൽ ഖാദിഫി ലിൽ മുഹ്സനത്തി, മുഹ്സനത്ത് എന്ന പതിവ്രതയായ സ്ത്രീ, ശരിയല്ലേ? പതിവ്രതയായ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയെ വ്യഭിചാരാരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്കുള്ള ജൽദിൻ്റെ ഹുക്കം, ജൽദ് അടിയടിക്കുന്ന, ചാട്ടവാർ അടിയടിക്കുന്നതിൻ്റെ വിധിയുടെ വിവരണം ഈ ആയത്തിലുണ്ട്. വഹിയ, ഈ മുഹ്സനത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അവൾ അൽ ഹുറത്തു, സ്വതന്ത്ര സ്ത്രീയാണ്. അൽ ബാലിഗത്തു, പ്രായപൂർത്തിയായ അഡൾട്ടാണ്. അൽ അഫീഫത്തു, പതിവ്രതയായ, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന, ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയാണ്. ഫഇദാ കാനൽ മഖ്ദൂഫു, ഇനി ആരോപിക്കപ്പെട്ട വ്യക്തി, ആരുടെ പേരിലാണോ വ്യഭിചാരം ആരോപിച്ചത് ആ വ്യക്തി, റജുലൻ, ഒരു പുരുഷനാണെങ്കിൽ, ഇവിടെ സ്ത്രീയെക്കുറിച്ചല്ല പറഞ്ഞത്, സ്ത്രീയെ ആരോപിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ പുരുഷനാണ് ആരോപിക്കപ്പെട്ടതെങ്കിൽ ഫകദാലിക, അപ്രകാരം തന്നെയാണ്, ഈ വിധി തന്നെയാണ് അവർക്കും ബാധകം. മനസ്സിലായി? യുജ്ലദു ഖാദിഫു, അയാളെ വ്യഭിചാരം ആരോപിച്ച വ്യക്തിയും എന്ത് ചെയ്യണം? ജൽദ് ചെയ്യപ്പെടണം. അതായത് 80 അടി, 80 ചാട്ടവാറടി അടിക്കണം. അയ്വാൻ ആൾസോ, അയാൾ. വലൈസ ഫി ഹാദാ നിസാഉൻ ബൈനൽ ഉലമാ, ഈ വിഷയത്തിൽ, വലൈസ ഫി ഹാദാ, ഈ വിഷയത്തിലില്ല, നിസാഉൻ, തർക്കമില്ല, ബൈനൽ ഉലമാ, ഈ പണ്ഡിതന്മാർക്കിടയിൽ. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള, ഏകാഭിപ്രായമുള്ള ഒരു കാര്യമാണ് അത്. പുരുഷനാണ് ആരോപിക്കപ്പെട്ടത് എങ്കിലും വെറുതെ ആരോപിച്ചതാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ സംഗതി ഉണ്ടാവും, പക്ഷേ അയാൾക്ക് തെളിയിക്കാൻ പറ്റില്ല. 4 സാക്ഷികളെ കൊണ്ട് അയാൾക്ക് തെളിയിക്കാൻ പറ്റില്ല. സംഗതി അയാളെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ അയാൾ സാക്ഷികളെ കൊണ്ടുവരാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ, അപ്പോൾ അതിന് ആരോപണത്തിന് പോകരുത് എന്നതാണ്. അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, അത് 4 സാക്ഷികളില്ലെങ്കിൽ അയാൾ സ്വീകാര്യമല്ല. ശരി, അത്രക്കും പ്രശ്നമുള്ളൊരു വിഷയമാണത്. പിന്നെ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളും. വ്യക്തമായ സാക്ഷികളില്ലാതെ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇപ്പം ചിലപ്പോൾ വലിയ നേതാക്കന്മാർക്കിടയിൽ ഇതിലൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ സംഘടനാ താല്പര്യങ്ങളോ ഒക്കെ നിമിത്തം എന്ത് ചെയ്യും, ഒരാരോപണം ഉണ്ടായാൽ അതെന്ത് ചെയ്യും, എല്ലാവരും ഏറ്റുപിടിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, സാക്ഷികളുടെ വിഷയമൊന്നുമില്ല എന്ന് പറയുന്നത്, എന്തെങ്കിലും സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടത് വെച്ചിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ഒരു പതിവാണ്. ഇപ്പോൾ ഇൻ അഖാമൽ ഖാദിഫു ബയ്യിനതൻ, ഫഇൻ അഖാമൽ ഖാദിഫു, ഇനി ആരോപിച്ച വ്യക്തി, വ്യഭിചാരം ആരോപിച്ച ഖാദിഫ് അയാൾ എന്ത് ചെയ്തു, അയാൾ സ്ഥാപിച്ചു, അഖാമ സ്ഥാപിച്ചു, ബയ്യിനതൻ, വ്യക്തത, തെളിവ്, അലാ സിഹ്ഹതി മാ ഖാലഹു, അയാൾ കൊണ്ടുവന്ന്, അയാൾ പറഞ്ഞതിന് അതിൻ്റെ സിഹത്ത്, അതിൻ്റെ സാധുതക്ക് അയാൾ എന്ത് ചെയ്തു, തെളിവ് സ്ഥാപിച്ചു. സാധുതക്ക്, സിഹത്തിന്, അതിന് ബയ്യിനത്ത്, തെളിവ് സ്ഥാപിച്ചു എങ്കിൽ എന്ത് ചെയ്യണം, ദറ അൻഹു അൽ ഹദ്ദു, അയാൾക്ക് ഹദ്ദില്ല, അയാൾ ഹദ്ദിൽ നിന്ന് ഒഴിവായി, അയാൾ അടിക്കരുത്, കാരണം അയാൾ വ്യക്തമായിട്ട് തെളിവ് സ്ഥാപിച്ചു. വലിഹാദാ ഖാല തആല, ഇക്കാരണത്താലാണ് അള്ളാഹു പറഞ്ഞത് എന്ത്, ثم لم يأتوا بأربعة شهداء فجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. ثم لم يأتوا بأربعة شهداء, 4 സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്തിട്ടില്ലെങ്കിൽ ഫജിലിദൂഹും, അപ്പോൾ നിങ്ങൾ അവരടിക്കുക, 80 ജൽദത്തൻ, 80 അടി, വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, ഒരിക്കലും അവരുടെ ഷഹാദത്ത് നിങ്ങൾ സ്വീകരിക്കരുത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ്. അപ്പോൾ 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ 4 സാക്ഷികളെ കൊണ്ടുവന്നാൽ അയാളെന്തായി, അയാൾക്ക് ജൽദില്ല. ശരി, ഫഔജബ അലൽ ഖാദിഫി, അപ്പോൾ വ്യഭിചാരം ആരോപിച്ച വ്യക്തിക്ക് നിർബന്ധമാണ്, അയാളുടെ മേൽ നിർബന്ധമായി, ഇദാലം യകുൻ
ഇദാലം യഖും അൽ ബയ്യിനത, തെളിവ് അയാൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, അലാ സിഹ്ഹതി മാ ഖാല, അയാൾ പറഞ്ഞതിന് സാധുതക്ക്, അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, തെളിവ് കൊണ്ടുവന്നില്ല എങ്കിൽ, അയാൾ പറഞ്ഞതിന് ദലീലായിട്ട് അതിൻ്റെ സാധുതക്ക് അയാൾ തെളിവ് സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ, സലാസത്തു അഹ്കാം, 3 വിധികളാണ് അയാൾക്ക് ബാധകം. എന്തൊക്കെയാണ്? അഹദുഹ, അതിലൊന്നാമത്തത് അയ്യുജിലത സമാനീന ജൽദ, അയാൾക്ക് എന്ത് ചെയ്യണം? 80 അടി അടിക്കണം. അസാലി, രണ്ടാമത്തെ അന്നഹു തുറദ്ദു ഷഹാദത്തുഹു അബദ, അയാളുടെ സാക്ഷിത്വം കാലാകാലത്തേക്ക് എന്ത് ചെയ്യണം? റദ്ദ് ചെയ്യപ്പെടണം. അത് സ്വീകരിക്കാൻ ലാ തഖ്ബൽ, അത് സ്വീകരിക്കാൻ പാടില്ല, സ്വീകരിക്കപ്പെടരുത്. അസാലിദ്, മൂന്നാമത്തെ കാര്യം എന്താ? അയ്യകൂന ഫാസിഖൻ, അയാൾ അധർമ്മകാരിയാവുക എന്നതാണ്. ലൈസ ബിഅദിലിൻ, നീതിയില്ലാത്ത വ്യക്തിയായി പരിഗണിക്കപ്പെടലാണ്. ലാ ഇൻദല്ലാഹി വലാ ഇൻദന്നാസ്, ജനങ്ങളുടെ വക്കലും അള്ളാഹിൻ്റെ വക്കലും അയാൾ എന്ത് ചെയ്യാണ്? അനീതിയുടെ അധർമ്മത്തിൻ്റെ വക്താവായി അറിയപ്പെടലാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. അതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം, അല്ലേ? സുമ്മക്കാല താല, പിന്നെ അള്ളാഹു താല പറഞ്ഞ എന്താണ്? ഇല്ലല്ലദീന താബു, പക്ഷേ ഇവിടെ ഇസ്തിഷ്ണാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒഴിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഇംബഅദ് ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവരൊഴികെ, ഇംബഅദ് ദാലിക, അതിനുശേഷം, വഅസ്ലഹു, നന്നാവുകയും ചെയ്തു, ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, നിശ്ചയം അള്ളാഹു ഗഫൂറും റഹീമുമാണ്. വഖ്തലഫൽ ഉലമാ ഫി ഹാദൽ ഇസ്തിഷ്നാഇ, ഈ ഒഴിവാക്കലിൻ്റെ വിഷയത്തിൽ ഉലമാക്കൾക്ക് ഭിന്ന വീക്ഷണം ഉണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ പറഞ്ഞതിൽ സംശയമല്ല, ഈ പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാണ്? ഒഴിവാണെന്ന് പറഞ്ഞില്ലേ? ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടേ അതിൽ ഒഴിവാണെന്ന് പറഞ്ഞില്ലേ? തൗബയും 3 കാര്യങ്ങളാണ് ഇവർക്ക്. ഒന്ന് എന്താണ്? അവർക്ക് 80 അടി അടിക്കണം. 2, അവരുടെ സാക്ഷിത്വം ഒരു കാലത്തും സ്വീകരിക്കരുത്, ഈ വ്യഭിചാര വെറുതെ ആരോപണം ഉന്നയിച്ച വ്യക്തി. 3, അയാൾ അള്ളാഹുവിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും എന്താണ്? അധർമ്മകാരിയായിട്ട് അറിയപ്പെടും എന്നതാണ്, ഫാസിഖായിട്ട്. ഈ ഇസ്തിഷ്നാഇ എങ്ങനെ എന്ന വിഷയത്തിൽ ഏതൊക്കെ കാര്യം? ഈ 3 കാര്യം. ഹൽ യഊദു ഇലൽ ജുംലത്തിൽ അഖീറത്തി ഫഖത്ത്, ഈ മൂന്നാമത് പറഞ്ഞ കാര്യം, അവസാനം പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതിലേക്ക് മാത്രമാണോ ഇസ്തിഷ്നാ മടങ്ങുന്നത്? അതായത് അള്ളാഹുവിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും അയാൾ അധർമ്മകാരിയായി കണക്കാക്കപ്പെടുന്നവരല്ലേ, അതിലേക്ക് മാത്രമാണോ മടങ്ങുന്നത്? ഫതർഫഉ തൗബത്തു അൽ ഫിസ്ഖ ഫഖത്ത്, അപ്പം തൗബ ചെയ്താലും അയാൾ ഫിസ്ഖിൻ്റെ ആളാണ് എന്നത് മാത്രം എന്താവും? തൗബ ഉയർത്തും. മനസ്സിലായില്ലേ? ഫിസ്ഖിൻ്റെ ആളാണെന്നല്ല, അതിനെ ഉയർത്തും, ലിഫ്റ്റ് ചെയ്യും പറഞ്ഞാൽ അയാൾ ഫിസ്ഖിൻ്റെ ആളല്ലാതെ ആയി മാറും. അള്ളാഹുവിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും എന്ന് പറഞ്ഞേ അയാൾ അധർമ്മകാരിയായി അറിയപ്പെടും എന്ന് പറഞ്ഞേ, അതിലേക്ക് മാത്രമാണോ ഇസ്തിഷ്ന, ഈ ഒഴിവാക്കൽ? തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ അത് അയാളെ പറ്റില്ല. അയാളെന്തല്ല? അള്ളാഹുവിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും അധർമ്മകാരിയായി പരിഗണിക്കപ്പെടുന്നില്ല. കാരണം പരലോകത്ത് അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്നതാണ്. അത് മാത്രമാണോ വയബഖാ മർദൂദു ഷഹാദത്തി ദായിമൻ വഇൻ താബ, അയാൾ തൗബ ചെയ്താലും അയാളുടെ ഷഹാദത്ത് തള്ളപ്പെടുക എന്നത്, റദ്ദാക്കപ്പെടുക, മർദൂദ്, അത് കാലാകാലം അവശേഷിക്കുമോ? അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളുടെ അടുക്കലും അയാൾ ഫിസ്ക്, അധർമ്മകാരി, അധർമ്മത്തിൻ്റെ വക്താവായിട്ട് അറിയപ്പെടുക എന്നത് തൗബ ചെയ്യുന്നതോടുകൂടി ഇല്ലാതായി. അയാൾ പിന്നെ ധർമ്മത്തിൻ്റെ വക്താവായി നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷല്ല, അക്കാര്യത്തിൽ തർക്കമല്ല യഥാർത്ഥ തൗബ ചെയ്താൽ. പക്ഷേ അയാൾ തൗബ ചെയ്താലും അയാൾ ഷഹാദത്ത് റദ്ദാക്കപ്പെടും, അത് അവശേഷിക്കും. ഷഹാദത്ത് അയാൾ സാക്ഷിയായിട്ട് സ്വീകരിക്കാം, വിറ്റ്നസ്സായിട്ട് പറയാനൊന്നും കൊള്ളൂല എന്ന വിധി നിലനിൽക്കുമോ ഇല്ലേ എന്നതാണ് അഭിപ്രായ വ്യത്യാസം. ഔ യഊദുൽ ജുംലത്തിൻ സാനിയ വസാലിസ, ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജുംലയിലേക്ക് ഇത് മടങ്ങുമോ? ഇസ്തിഷ്നായി. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേലും മൂന്നാമത്തേതിലേക്കും മടങ്ങുമെങ്കിൽ എന്താണ്? രണ്ടാമത് പറഞ്ഞാൽ എന്താണ്? സാക്ഷി സ്വീകരിക്കുന്ന കാര്യമാണ്, സാക്ഷിയായിട്ട്. അപ്പോൾ അതിലേക്ക് മടങ്ങുമെങ്കിൽ സാക്ഷിയായിട്ടും അയാൾ സ്വീകരിക്കാമെന്നാവും തൗബ ചെയ്താൽ, പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ. മനസ്സിലായില്ലേ? അമ്മൽ ജൽദു, എന്നാൽ ജൽദിൻ്റെ കാര്യം, അടിയടിക്കില്ല 80 അടി. അയാൾ തൗബ ചെയ്താലും ഈ അടി ഉണ്ട്. ഫഖദ് ദഹബ വൻ ഖലാ സവാൻ താബ ഔ അസറ ഫലാ ഹുക്മ ലഹു ബഅദ ദാലിക ബിലാ ഖിലാഫ്. അത് അഭിപ്രായ വ്യത്യാസമല്ല. എന്ത് 80 അടി അടിക്കണം. അയാൾ തൗബ ചെയ്തു, വ്യഭിചാരമൊക്കെ ആരോപിച്ചു, വ്യഭിചാരാരോപണം നടത്തിയാൽ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. പിന്നെ അയാൾ എന്ത് ചെയ്തു? സമ്മതിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, അയാൾ വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും അയാൾ ആരോപണം ഉന്നയിച്ചില്ലേ? ആ ആരോപണം ഉന്നയിച്ചതിന് 80 അടി കൊടുക്കുന്നത് വേണം, അത് തർക്കമല്ല.
അത് തൗബ ചെയ്താലും എന്ത് ചെയ്യണം? 80 അടി കൊടുക്കൽ നിർബന്ധമാണ്. കാരണം ഗൗരവതരമായിട്ടുള്ളൊരു സംഗതിയാണ് ചെയ്തത്. അത് എന്തിനാണ്? അതൊക്കെ ഒരു മാതൃകയായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ടാവും. വെറുതെ ആരോപണം നീക്കില്ല മറ്റുള്ളവരെ പറ്റി, അല്ലേ? അപ്പോൾ അതിൽ തർക്കമല്ല. ഇതിൽ ഈ വ്യഭിചാരം ആരോപിക്കുന്ന വ്യക്തി, അയാൾ വെറുതെ വ്യഭിചാരം ആരോപിച്ചത്, അയാൾക്ക് തെളിവില്ല, 4 സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റില്ല എങ്കിൽ അയാളുടെ പേരിൽ 80 അടിയുണ്ട്. അതിൽ തർക്കമല്ല. തൗബ ചെയ്താലും അതിൽ ആ 80 അടി കൊടുക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പിന്നെന്താ? ഫദഹബൽ ഇമാം മാലിക് വഅഹ്മദ് വശാഫിഈ ഇലാ അന്നഹു ഇദാ താബ ഖുബിലത് ഷഹാദതുഹു. ഇനി ഇമാം മാലിക് റഹ്മത്തുള്ളാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹ്, ഇവർ 3 പേരുടെ നിലപാട് എന്താണ്? അന്നഹു ഇദാ താബ, അയാൾ തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ, ഖുബിലത്ത് ഷഹാദതുഹു, അയാൾ സാക്ഷിത്വവും സ്വീകരിക്കാമെന്നതാണ്. സാക്ഷിയായിട്ട് അയാൾ പിന്നീട് സ്വീകരിക്കാം. വർത്തഫ അൻഹു ഹുക്കുമുൽ ഫിസ്ഖ്, മാത്രമല്ല അയാൾ അധർമ്മകാരിയാണ് എന്ന ആ ഹുക്കും അയാളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകും. അയാൾ ധർമ്മം നല്ല മനുഷ്യനായിട്ട് അറിയപ്പെടും. പിന്നെ വനസ്വാലഹി സഈദ് ഇബ്നു മുസയ്യിബ് സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വ ജമാഅത്തു മിന സലഫി അയ്ളൻ, അതേപോലെ സലഫുകളിൽ നിന്ന് ഒരു സംഘവും. വഖാല ഇമാം അബൂ ഹനീഫ, എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവർ പറഞ്ഞിരിക്കുന്നു, എന്താണ്? ഇന്നമാ യഊദുൽ ഇസ്തിസ്നാഉ ഇലൽ ജുംലത്തിൽ അഖീറത്തി ഫഖത്ത്, അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് മാത്രമാണ് ഈ ഒഴിവ് ബാധകം, എക്സംഷൻ ബാധകം, ഇസ്തിസ്നാ ബാധകം. അപ്പോൾ തൗബ കൊണ്ട് എന്താണ് ഇല്ലാതാവുക? അയാൾ അള്ളാഹിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും അധർമ്മകാരിയാണ് എന്ന വിഷയം മാത്രമേ ഒഴിവാകുള്ളൂ. യബ്ഖ മർദൂദ ഷഹാദത്തി അബദ, കാരണം വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അബദൻ എന്നാണ് പറഞ്ഞത്. അബദൻ എന്നല്ലേ പറഞ്ഞത്? ഒരു കാലത്തും, എന്നേക്കും. അപ്പോൾ ഒരു കാലത്തും അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? സാക്ഷിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിധി നിലനിൽക്കുന്നതാണ്. وممن ذهب إليه من السلف القاضي شريح وإبراهيم النخعي وسعيد بن جبير ومكحول وعبد الرحمن بن زيد بن جابر, ഇവരൊക്കെ സലഫുകളിൽ നിന്ന് ഇവരൊക്കെ ഈ നിലപാടുകാരാണ്. അബൂ ഹനീഫ ഇമാമിൻ്റെ ഈ നിലപാടാണ് അവർക്കും ഉള്ളത്. എന്ത്? അയാളെ സാക്ഷിയായിട്ട് കൊള്ളൂല. അയാളെന്ത്? വ്യഭിചാരം വെറുതെ ആരോപിച്ച വ്യക്തി, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ആവില്ല, അയാൾക്ക് 4 സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റിയില്ല, ശരി, അപ്പോൾ വെറുതെ ആരോപിച്ച പോലെയാണ്. അയാൾ പറഞ്ഞതിന് വിലയില്ലല്ലോ. അപ്പോൾ അയാളെ വ്യഭിചാരം ആരോപിച്ച വ്യക്തി, അയാൾക്ക് 80 അടി കൊടുക്കും വേണം. അയാളെ സാക്ഷിയായിട്ടാണ് തൗബ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളെ സ്വീകരിക്കാനേ പറ്റില്ല, ഒരു കാലത്തും സ്വീകരിക്കാൻ പറ്റില്ല. അയാൾ അള്ളാഹിൻ്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും ഫിസ്കിൻ്റെ ആളായിട്ട് അറിയപ്പെടില്ല എന്ന് മാത്രം. തൗബ ചെയ്താൽ അയാൾ പരലോകത്ത് രക്ഷപ്പെടും എന്ന് മാത്രം. ശരി. ഖാല ഷാബി പറയുന്നു, വഹാക്കം പറയുന്നു, ലാ തഖ്ബലു ഷഹാദത്തു, അയാളുടെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടുകയില്ല. വഇൻ താബ, അയാൾ തൗബ ചെയ്താലും ഇല്ല അൻ യഅ്തരിഫ അലാ നഫ്സിഹി അന്നഹു ഖദ് ഖാല അൽ ബുഹ്താൻ. എങ്ങനെയാണെങ്കിൽ ഒഴികെ അയാൾ തൗബ വെറുതെ അള്ളാഹുവിൻ്റെ തൗബ ചെയ്താൽ മാത്രം പോരാ, അയാൾ ബുഹ്താനാണ് പറഞ്ഞത്, കെട്ടിച്ചമച്ച് പറഞ്ഞതാണ്, ഫേക്ക് പറഞ്ഞതാണെന്നുള്ളത് അയാൾ സ്വയം സമ്മതിച്ച് പറഞ്ഞാൽ ഒഴികെ. സാധാരണഗതിയിലെ തൗബയിൽ ഉൾപ്പെടേണ്ടതാണ്. അതവനെങ്ങനെ പറഞ്ഞു മനസ്സിലായി? കാരണം ഒരാളെ പറ്റി ആരോപണം ഉന്നയിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അയാളോട് മാപ്പ് പറയണ്ടേ, എന്നാലേ തൗബന്നെ സ്വഹിയാകുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അത് പറയുന്ന കാര്യമായിരിക്കും പറയുന്നത്. ബുഹ്താൻ, ഞാൻ പറഞ്ഞ ഫേക്കാണ്, അയാളെപ്പറ്റി ഞാൻ വെറുതെ ഇല്ലാതെ ആരോപണം വെറുതെ പറഞ്ഞതാണ് എന്ന് അയാൾ സമ്മതിച്ച് പറയണം. ഫൈന ഇതിന് അങ്ങനെയാണെങ്കിൽ തുഖ്ബൽ ഷഹാദത്ത്, അയാളുടെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടും എന്ന്. അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. സാധാരണക്കാർക്ക് കിതാബുകൾ ഓതി പഠിക്കാൻ അൽ കിതാബ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവസരം. ഇപ്പോൾ നടക്കുന്ന സബത്ത് സൂറത്തുൻ നൂറിന്റെയും അൽ അഅല മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെയും തഫ്സീർ ഇബ്നു കസീർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽ കിതാബ് ലേഡീസ് വിങ്ങും കുട്ടികൾക്ക് അൽ കിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട്. അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരം. അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരാൻ 8848787706 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കുക. ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.